السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട നേതാക്കളെ, ശ്രോതാക്കളെ, ആശിക്കീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത ഈ മജ്ലിസ് ആശിക്കിൻ്റെ പേരിലാകുമ്പോൾ അതിന് ഒന്നുകൂടെ സൗന്ദര്യമുണ്ട്. ആശിക്കീങ്ങളുടെ കൂടെ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ കൂടെ ആശിക്കിനെയും നാം എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സഹോദരൻ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിന്ന് അത് പറയാമെന്ന് തോന്നി. അഥവാ പള്ളിയിൽ നടക്കുന്ന 30 ദിവസത്തെ മൗലിദ് ഹദീസുകൾ ഇങ്ങനെ ഓതുമ്പോൾ അതിലെ ചില ഭാഗങ്ങളൊക്കെ ജനങ്ങൾക്ക് അതിൻ്റെ അർത്ഥങ്ങളും വിശദീകരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇടയ്ക്ക് പറയും, ഒരു ഹദീസ് മൗലിദും ബൈത്തും ചെല്ലുമ്പോൾ അല്പം ബുർദയും ചെല്ലാറുണ്ട്. കൂട്ടത്തിൽ ഞാൻ പറയാറുണ്ട്, വീട്ടിൽ നമ്മൾ ദിനചര്യയായി ചെയ്യുന്ന കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ഓതും, അതുപോലെ ദിക്റുകൾ നമ്മൾ സ്ഥിരമായി പതിവാക്കുന്നതുണ്ടാവും. ആ കൂട്ടത്തിൽ നിങ്ങൾ മൗലിദിൽ നിന്ന് ഒരു ഹദീസ്, അതിനനുബന്ധമായ ബൈത്തുകൾ, ഇത് അല്പമെങ്കിലും ജീവിതത്തിൽ പതിവാക്കണം. അല്ലെങ്കിൽ ബുർദയിൽ നിന്നൊരു ഫസില്, ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ അല്പമെങ്കിലും ഒരു ദിവസം പതിവാക്കണം എന്നിങ്ങനെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു സഹോദരൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഇങ്ങനെ കിടന്നിട്ട്, അതിപ്പോൾ ഇന്ന് നാളത്തോടുകൂടെ 30 പൂർത്തിയാക്കി മൗലിദ് പൂർത്തിയാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് മുന്നേ ചോദിക്കണം എന്നുള്ള ആൾക്ക് ഇന്ന് പോരുമ്പോൾ പിടിച്ചിർത്തി ചോദിച്ചാ, അല്ല നിങ്ങളിങ്ങനെ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് രാത്രിയൊക്കെ ഉറങ്ങാൻ പോകുമ്പോൾ ഒരു ഫസിൽ ബുർദ ചൊല്ലിയിട്ടൊക്കെ ഉറങ്ങിക്കോളി, നല്ല കാര്യമാണെന്ന് പറയലുണ്ടല്ലോ. നമ്മൾ ഈ മദ്ഹും കാര്യമൊക്കെ പറഞ്ഞത് മറ്റുള്ളവർ കേൾക്കാനല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ രാത്രി ചെല്ലണേന്ന് സാധാരണക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, മദ്ഹ് പറയുന്നതും പാടുന്നതും അത് മറ്റൊരാൾ കേൾക്കാൻ വേണ്ടി മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ കൂട്ടത്തിൽ പലർക്കും അറിയാതെ പോയ ഒന്നുണ്ട്. അഥവാ ആ സഹോദരനോട് ഞാൻ കൊടുത്ത മറുപടി ഇവിടെ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടുന്നതും പറയുന്നതും അത് മറ്റൊരാൾ കേൾക്കാൻ വേണ്ടി മാത്രമല്ല, അതൊരു ഇബാദത്താണ്. ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദത്തി വ ദിക്റുസ് സ്വാലിഹീന കഫാറ. ഒന്നാമത് അതിനുള്ള മറുപടി അതാണ്. അതൊരു ഇബാദത്താണ്, ആരാധനാ കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ്. നമ്മൾ നിസ്കരിക്കും, മറ്റ് കർമ്മങ്ങൾ ചെയ്യും, അതുപോലെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബ് വെക്കലും അവിടുത്തെ മദ്ഹ് പാടലും പറയലും ഖൈറുൽ അമൽ, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അമലാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുമ്പോൾ അതൊരു ഇബാദത്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അത് ചെയ്യുക. അതോടൊപ്പം ആ സഹോദരനോട് ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എപ്പോൾ ഒറ്റയ്ക്ക് ചെല്ലുകയാണെങ്കിലും 2 ആൾ കേൾക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂല. അള്ളാഹു അല്ലാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് 2 പേർ കേൾക്കാതെ ഒരു മദ്ഹും പാടാനും പറയാനും നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ആ 2 പേർ കേൾക്കുന്നുണ്ട് എന്ന നിലക്കായിരിക്കണം എപ്പോഴും ഏത് സംസാരവും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതോടുകൂടെ നമ്മുടെ കൂടെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് 2 പേരുണ്ട്, റഖീബ് അതീദ് അലൈഹിം അസ്സലാത്തു വസ്സലാം. അവർക്കും ഏറ്റവും ഇഷ്ടം ഏത് കേൾക്കലാണ്? മുത്തുനബിന്റെ മദ്ഹ് കേൾക്കലാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം മുഴുവനും അത് മുത്തുനബിന്റെ മദ്ഹാണ്. പരിശുദ്ധ ഖുർആൻ ഓതുന്നതും ആ ഖുർആൻ അല്ലാതെ മുത്തുനബിന്റെ മദ്ഹ് പാടുന്നതും പറയുന്നതും തന്നെയാണ് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾക്കും കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത്. അതുകൊണ്ട് തന്നെ ആ 2 മലക്കുകൾ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് പറയുന്ന ഒരു വാചകമുണ്ട്, അത് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. മലക്കുകൾ പറയുന്നൊരു വാചകമുണ്ട്, നമ്മുടെ റൂഹ് പിരിയുന്ന സമയത്ത് ആ 2 മലക്കുകളെ നമ്മൾ കാണും.
വേറെയും മലക്കുകളെ കാണുമെന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കാണാം. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. മലക്കുകൾ ഇറങ്ങി വരും, സന്തോഷവാർത്ത അറിയിക്കും മുഅ്മിനീങ്ങൾക്ക് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ ഈ നമ്മുടെ കൂടെ പിറപ്പുകളായ 2 മലക്കുകളെ നമ്മൾ കണ്ടുകൊണ്ടാണ് മരിക്കുക. ആ സമയത്ത് ആ മലക്കുകൾക്കൊണ്ടൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്താണെന്നറിയാമോ? മോനെ, നീ ഞങ്ങളെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. ടോയ്ലറ്റിൽ കയറിയാൽ സംസാരിക്കരുതെന്ന് മതം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നീ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഞങ്ങൾ ബുദ്ധിമുട്ടായിട്ടുണ്ട്. മോശമായ സ്ഥലത്ത് നീ ഇരിക്കുമ്പോൾ ഞങ്ങൾ ആ മോശമായ സ്ഥലത്ത് വരേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മോനെ, ഒരുപാട് നല്ല കാര്യങ്ങൾ നീ ചെയ്തപ്പോൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഒരുപാട് നല്ല മജ്‌ലിസുകളിൽ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് നീ ഞങ്ങളെ ഒരുപാട് നല്ല മജ്‌ലിസിൽ ഇരുത്തിയവനാണ്, ഒരുപാട് നല്ലത് കേൾപ്പിച്ചവനാണ്. ജസാക്കല്ലാഹു ഖൈറാ, അല്ലാഹു നിനക്ക് ഖൈറ് തരട്ടെ എന്ന് ആ മരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടപ്പിറപ്പുകളായ മലക്കുകൾക്കൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കിട്ടിയാൽ രക്ഷപ്പെട്ടു. അതല്ല തിരിച്ചാണെങ്കിലോ, മോനെ, ഒരുപാട് മോശമായ സ്ഥലത്ത് നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്, മോശമായത് ഒരുപാട് കേൾപ്പിച്ചിട്ടുണ്ട്. ജസാക്കല്ലാഹു ശർറാ, അല്ലാഹു നിനക്ക് ശർറ് നൽകട്ടെ എന്നൊരു പ്രാർത്ഥന ഈ ലോകത്തോട് വിട പറയുമ്പോ നമ്മ 60 കൊല്ലം 70 കൊല്ലം 40 കൊല്ലം നമ്മുടെ കൂടെ നടന്ന ആ മലക്കുകൾക്കൊരു പ്രാർത്ഥനയുണ്ട്. അതിൽ നമുക്ക് വിജയിക്കാൻ ഏറ്റവും നല്ലത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, അവിടുത്തെ മദ്ഹുകൾ പറയുക, അവിടുത്തെ മദ്ഹുകൾ പറയുന്നവരെ സഹായിക്കുക, ആ മജ്‌ലിസിനെ സഹായിക്കുക. ഇതെല്ലാം അതിന്റെ എളുപ്പ